वैष्णव जन तो तेरे सखिए, वैष्णव जन तो तेरे सखिए। वैष्णव नमस्ते जी। प्रणाम। എന്താ വേണ്ട വേണ്ട മേടിതാ അപ്പാരി നമസ്തേ. മേടിച്ച് വായിച്ച് നോക്ക്, അപ്പ അറിയാം ഞങ്ങളുടെ സ്ഥിതി. സംസ്കൃതറി സഹോദരക്ക് സംസ്കൃതം അറിയുമില്ല. ഭഗവാൻ വാങ്ങ് വായേ, വാങ്ങ് വായിക്കൂ. ഞങ്ങൾ ബംഗാൾക്കോട സാധാ കൃഷി കുടുംബ. ഞങ്ങൾ ബംഗാളിലെ കൂത്താട്ടുകുള ജില്ലയിലെ ഒരു സാധാരണ കൃഷി കുടുംബമാണ്. ഇത്തവണ ഞങ്ങൾ കൃഷി വീട് കാലി ഒലിവായി. ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളുടെ വീടും കന്നുകാലികൾ വെള്ളം ഒളിച്ചു പോയി. ഇത് വാർത്ത. ഞങ്ങൾ ജീവി മാർഗമല്ല മാതാജി, ഞങ്ങൾക്ക് വേറെ ഒരു മാർഗമല്ല ജീവിക്കാൻ. അതിന് നിങ്ങൾ സംഭാവന അഭ്യർത്ഥി സഹായി. അതുകൊണ്ട് നിങ്ങൾ സംഭാവന തന്ന് സഹായിക്കണം. മോനെ പരിസരമൊക്കെ നോക്കണേടാ. എവിടെയൊക്കെ വാതിലും ജനലുണ്ടോ നോക്കോ. ചെല്ലി ചെല്ലി ചെല്ലി. വൈഷ്ണവ ജന तो तेरे सखिए, वैष्णव जन तो तेरे सखिए, वैष्णव വരുന്നു. നൽകാൽ ഗുണം വരും. നല്ല കാലത്ത് ഗുണം വരും അമ്മച്ചി. അയ്യോ, അമ്മച്ചിയുടെ പുതിയ എരിപ്പ്. നിങ്ങൾ അതെടുത്തോ മനുഷ്യ. ഏതനവായ എന്ത്. वैष्णव जन तो तेरे सखिए, वैष्णव जन वाड़ी. वादिल 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 वादिल. എന്റെ ഈശ്വര, എന്തോരം വാതിലുകളാ. എങ്ങനെ ഇതിനകത്തൊന്ന് കേറി പറ്റും? ഇതാ ഞാൻ പറയുന്നത്, എനിക്കൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു തരാൻ. ഈ മാപ്പ് അതിനകത്തോടൊന്ന് കയറ്റി കൊടുത്താൽ മതി. എത്ര മുറിയുണ്ട്, എന്തൊക്കെ കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിടത്തില്ലേ. അയ്യോ, മോനിതൊക്കെ എവിടുന്ന് പഠിച്ചടാ? ടിവിയിലെ ഡിസ്കവറി ചാനലിൽ ഞാൻ പഠിച്ചു. എന്റെ മനുഷ്യ, അതുപോലെ ഒരു സാധനം എന്റെ കൊച്ചിനെ എവിടുന്നെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുവന്ന് കൂടെ. ഡിസ്കവറി ചാനൽ അതല്ല, കമ്പ്യൂട്ടർ. കമ്പൗണ്ടർ അവിടെ നിൽക്കട്ടെ. ഇന്ന് രാത്രി വീട്ടിൽ കയറാനുള്ള വഴി പറഞ്ഞാ മോനെ. അതെന്ത് പറയാണ്ടിരിക്കുന്നു. ഞാൻ പറിച്ച കൊളുത്തില്ല. അതേതായാലും പിടിപ്പിക്കാനുള്ള നേരമായിട്ടില്ല. ഈ കട്ടുകൊണ്ട് ഞാൻ ജനലിന്റെ കമ്പി അറുക്കുന്നു. അച്ഛൻ എന്നെ അകത്ത് കയറ്റുന്നു. ഞാൻ മുൻവശത്തെ വാതിലിന്റെ ബോൾട്ട് തുറക്കുന്നു. അച്ഛനെ അകത്താക്കുന്നു. അയ്യോ എന്റെ മോനെ, നീയാടാ ഞങ്ങളുടെ വിളക്ക്. എടി തങ്കി, ഒരു 5-6 ഏലസും കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട്. ഇവനെ ദൃഷ്ടിപ്പെടും. അത്രയ്ക്ക് ബുദ്ധിയാ. ജീൻസ് ജീൻസ് അല്ലച്ചാ, ജീനിയസ്. അതെങ്കി അത്. അയ്യോ എന്തൊരു അറിവാ. അയ്യോ, അറിവിൽ കടഞ്ഞെടുത്തവൻ. ഹലോ, എവിടെയാ ലൊക്കേഷൻ? എന്തൊക്കെ പോയി? ഓ, എന്താടോ കുരുവിളയത്? കള്ളന്മാരൊക്കെ നമ്മുടെ അതിർത്തി തന്നെ അടിഞ്ഞുകൂടിയിരിക്കണോ? ഞാനിതാ വരുന്നു. തൊണ്ടി ഉൾപ്പെടെ എല്ലാ അവന്മാരെ ഇന്ന് തന്നെ പൊക്കണം. ആകെ മൊത്തം നിങ്ങൾ എന്ത് വിലയാ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ തമ്മിൽ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലോ. ഇപ്പൊ ഇങ്ങനൊരു വില പേശലിന്റെ ആവശ്യമുണ്ടോ? പുതിയ മിനിസ് വന്നേ പിന്നെ മോഷണ വസ്തുക്കൾക്ക് വലിയ വില ഇടിവാ. തന്നെയല്ല, ഞാൻ അല്പം ഞെരുക്കത്തില്ല. അതെന്ത് പറ്റി വെക്കില്ല ഞെരുങ്ങാൻ? ഞാനൊരു കാർ എടുത്തു. കാർ ഇടിച്ചോ ഞെരുങ്ങാൻ? അല്ല മോനെ, ഇസഡിയൻ. മിസ്റ്റർ തങ്കു, നിങ്ങൾ ഈയിടെ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. ചാപ്പാട് മുഴുവൻ ഇവനായിരിക്കും കേട്ടുന്നത്. അതല്ല, മനപ്രയാസം കൊണ്ടാ. ഒരു ഡോക്ടർ മകനെ ഡോക്ടറാക്കുന്നു, വക്കീൽ അവന്റെ മകനെ വക്കീലാക്കുന്നു. എനിക്ക് എന്റെ മകനെ ഒരു ടോപ്പ് കള്ളനാക്കണം. അത് നടക്കുവോ നടക്കില്ലേ എന്നുള്ള അങ്കലാപ്പിൽ വന്നതായി ഈ ക്ഷീണം. ആരോഗ്യപരമായി പറയുകയാണെങ്കിൽ മിസ്സിസ് തങ്കു, ആരോഗ്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ സാധനങ്ങൾ മുഴുവൻ ന്യായമായ വില കിട്ടണം. ബർമ ബസാറിലും ഫോറിൻ ഷോപ്പുകളിലൊക്കെ സാധനങ്ങൾ കെട്ടിക്കിടക്കുകയല്ലേ. ഏതായാലും അടുത്ത ആഴ്ച ഡേറ്റ് ഇട്ട് ഞാനൊരു ചെക്ക്. പാസ്സാവും വക്കീലേ? പാസ്സായില്ലെങ്കിൽ റീപ്രസെന്റ് ചെയ്യണം. എന്നിട്ടും പാസ്സായില്ലെങ്കിലോ? ഒരു വക്കാലത്ത് എഴുതി തന്നേര്, ഞാൻ തന്നെ വാദിച്ചോളാം. ഐഡിയ കൊള്ളാം. വേല മനസ്സിലിരിക്കട്ടെ. ആള് കൊള്ളാവല്ലോ, കടുവ ഫാമിലിയെ പിടിച്ച കിടുവ. വേണ്ട, ചെക്ക് മേടിക്കണ്ട. ഈ സാധനങ്ങളൊക്കെ എത്തിക്കേണ്ടത് ഞാൻ എത്തിച്ചോളാം. IPC 290. വേണ്ട, ചെക്ക് മതി. ഈ PSC ഓഫീസിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലും ഒക്കെ അപേക്ഷകൾ കെട്ടിക്കിടക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഒരു കല്യാണാലോചനയ്ക്ക് ഇത്രയും അപേക്ഷകൾ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ചേട്ടൻ എന്തായി പറഞ്ഞേ? പത്രങ്ങളിൽ ഇപ്പോ ന്യൂസിനുള്ളതിനേക്കാൾ കൂടുതൽ പേജ് വൈവാഹികത്തിനാണ്.
എന്നാലേ എവളുടെ കാര്യം ശരിയായി കഴിഞ്ഞാൽ നമുക്ക് ഓരോ പരസ്യം കൊടുക്കാം. ഞാനോ പ്രതീക്ഷയില്ല. വളർന്നു ചേട്ടൻ ഏത് കേസിനാ മറുപടി എഴുതുന്നത്? ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാ, തരക്കേടില്ലാത്ത ചുറ്റുപാടാ. നീ ഇത് കവറിലാക്കി ഒന്ന് ഒട്ടിക്കും. എടാ പിള്ളേരെ, പിന്നെ അലവലാതി കത്തൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിന് മറുപടി. ആരുടെയാ? അവർ ഒരേ ഒരു മകനാ. പിന്നെ പയ്യൻ നിസാരക്കാരനൊന്നും അല്ല, പോലീസ് സബ് ഇൻസ്പെക്ടർ. സബ് ഇൻസ്പെക്ടറോ? നീ എന്താ ദിവാകരൻ അന്തം വിട്ടിരിക്കുന്നത്? അവിശ്വസനീയം അല്ലേ? ഒരു സബ് ഇൻസ്പെക്ടറുമായിട്ടുള്ള ബന്ധം നമുക്ക് ശരിയാവില്ല. എന്താ ശരിയാകാത്തത്? കൊള്ളാവുന്ന ബന്ധമാണെങ്കിൽ എത്ര രൂപ സ്വീകരണം വേണമെങ്കിലും നീ കൊടുക്കാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാണല്ലോ. അത് ശരിയാണ്. അതിപ്പോഴും എത്ര രൂപ വേണമെങ്കിലും സ്ത്രീധനം കൊടുക്കാൻ ഞാൻ തയ്യാറുമാണ്. പിന്നെന്താ ചേട്ടാ പ്രശ്നം? ഒരു SI നമ്മുടെ അളിയനായിട്ട് വരികയെന്ന് വെച്ചാൽ അതിൽ പരം ഒരു അന്തസ്സുണ്ടോ? അത് ഞാൻ മോനെ, അവസാന നാടകം കളിച്ച് അരങ്ങോട് വിട പറയുമ്പോഴും ഒരു മോഹം എന്റെ ഉള്ളിൽ ബാക്കി കിടന്നിരുന്നു. ഒരു സബ് ഇൻസ്പെക്ടറെ വേഷം കെട്ടുക. 30-ൽ പരം വർഷം നാടകരംഗത്ത് അഭിനയിച്ച എനിക്ക് ഒരു SIയുടെ യൂണിഫോം അണിയാനുള്ള ഭാഗ്യം മാത്രം ഉണ്ടായിട്ടില്ല. പോലീസുകാരൻ വരെയൊക്കെ ആയിട്ടുണ്ട്. ഒരു പക്ഷേ ആ ഒരു കുറവ് നികത്താൻ വേണ്ടിയായിരിക്കാം ഒരു SI തന്നെ മരുമകനായിട്ട് ഇപ്പോൾ വരുന്നത്. വേറൊന്നും കൊണ്ടല്ല ചാ, ഭയങ്കര റിസ്ക് പിടിച്ച പണിയാ. രാജി അയാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ എങ്ങനെ ഇവിടെ സമാധാനമായിട്ട് കഴിയാ? ഏത് ജോലിക്കാ ചേട്ടാ റിസ്ക് ഇല്ലാത്തത്? ചേട്ടന് ജോലിക്ക് റിസ്ക് ഇല്ലേ? ആ ഒരു റിസ്കും കൂടി ഉള്ളോണ്ടാ ഈ കല്യാണം വേണ്ടെന്ന് പറയുന്നത്. രാജി പറഞ്ഞതാ കറക്റ്റ്. അല്ലെങ്കിൽ തന്നെ ഇതിന്റെ പേരിൽ എന്തിനാ ഇപ്പോഴേ ഒരു തർക്കം? ചെറുക്കം വന്ന് പെണ്ണിനെ കാണട്ടെ, അവർക്ക് ഇഷ്ടപ്പെട്ടാലേ ബാക്കി കാര്യം. അതാ ഇത്രയും കാലം കൊണ്ട് ഞാൻ ഈ സമൂഹത്തിൽ നേടിയെടുത്ത ഒരു മാന്യതയുണ്ട്. ഈ ഒരു കല്യാണാലോചന ഉണ്ട്, അത് നിങ്ങൾ എല്ലാവരും കൂടി കളഞ്ഞു വിളിക്കരുത്. മോനെ, ഇവന് എന്ത് പറ്റി? എത്ര കാശുണ്ടാക്കിയാലും പോയ വസ്തുക്കൾ തിരിച്ചു പിടിക്കാവുന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല. പെങ്ങളെ മാന്യമായിട്ട് കെട്ടിച്ചയക്കണം. കുറച്ച് രൂപ കൊടുത്ത് ദിനേശിനൊരു ജോലി ശരിയാക്കണം. എന്നിട്ട് ഈ പണി നിർത്തി വല്ല ബോംബെയിലോ കൽക്കട്ടയിലോ പോകണം. അവിടെ ആവുമ്പോ കൂലിപ്പണി ചെയ്ത് ജീവിച്ചാലും അച്ഛൻ അറിയില്ലല്ലോ. വലിയ ഓഫീസറാണെന്ന് കള്ളെഴുതി അറിയിച്ചാ പോരെ. അതൊക്കെ പോട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയായിരുന്നു ഓപ്പറേഷൻ? ഞാനൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവാ, അതെല്ലാവർക്കും അറിയാം. തൽക്കാലം നീ അത്രയും ധരിച്ചാൽ മതി. ഓ, ധരിച്ചോളാം. വല്ല ക്രോസിനും അനാസിനും അല്ലാതെ വില കൂടിയ ക്യാപ്സ്യൂൾ വല്ലതും തടഞ്ഞു അറിയാൻ വേണ്ടി ചോദിച്ചെന്നുള്ളൂ. ഇല്ല, രാജ്യ വിവാഹം കഴിപ്പിച്ച് അയക്കാനുള്ളൊന്നും ഇതുവരെ തടഞ്ഞില്ല. പിന്നെ ഒരു എറിത്രോമൈസിൻ വന്നിപ്പോ തൊണ്ടായി കുടുങ്ങിയിട്ടുണ്ട്. അയ്യോ, എസ്ഐയുടെ ആലോചനയാണ് നീ പറഞ്ഞ? ആ പാര തന്നെ. എല്ലാവർക്കും ഭയങ്കര താല്പര്യമായി, എനിക്കൊഴിച്ച്. മറുപടി അയക്കേണ്ടെന്ന് അച്ഛനോടും ദിനേശനോടും ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ. ഞാൻ അറിയാതെ അവർ മറുപടി എഴുതി പെണ്ണിനെ വന്ന് കാണാൻ ഫോട്ടോ അയച്ചു കൊടുത്തു. ചേടാ, വന്ന് കാണട്ടെ. ഇഷ്ടപ്പെട്ടത് നടത്തണം. കള്ളന്റെ വീട്ടിലൊരു പോലീസുകാരനുള്ളത് നല്ലതാ. മണ്ടത്തരം പറയാതെ അവസാനം ബന്ധങ്ങൾക്ക് വില പറയേണ്ടി വരും. എന്ത് വില? ബന്ധങ്ങൾക്ക് പോലും വിലയിടി വറ പറഞ്ഞ പോലെ. നീ ഇതങ്ങ് ഉറപ്പിക്കാൻ നോക്കണ്ട ദിവാകര. എന്ത് വന്നാലും ഈ വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. നിനക്കേ തലയ്ക്ക് വട്ടാ. അയാൾ ഇത്തിരി സ്ത്രീധനം കൂടുതൽ ചോദിച്ചു ഏതെങ്കിലും കതറുകാരന്റെ പോക്കറ്റ് തട്ടിപ്പറിച്ചാൽ നടത്താൻ നോക്ക്. ഈ അവസരം നീ പാഴാക്കരുതിട്ട് ദിവാര. എന്റെ അടുത്ത് സംസാരിച്ചാ ശരിയാവില്ല. ഈ ബൈക്ക് തിരിച്ചു കൊടുക്കാൻ സമയമായി. ചവിട്ടിയല്ലേ? അല്ല, വണ്ടി സ്റ്റാർട്ടാവെന്ന് പറയായിരുന്നു. വരുന്നുണ്ട്. നീ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ ആ ചാണ്ടിയുടെ കൂടെ. കണ്ട കള്ളന്മാരുമായിട്ടാ കറങ്ങി നടക്കുന്നേ. ആ SIയുടെ വീട്ടിൽ നിന്ന് കത്ത് വന്നിരുന്നു. അവർക്ക് താല്പര്യമുണ്ട് രാജ്യെ കാണാൻ എത്തുമെന്ന്. എന്റെ അടുത്ത് ആലോചിക്കാതെ പെണ്ണ് കാണാൻ ക്ഷണിക്കാൻ ആരാ പറഞ്ഞത്? ആലോചിച്ചാ ചേട്ടൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ടല്ലേ നേരത്തെ പോയി കത്ത് പോസ്റ്റ് ചെയ്തത്. അവിടെ നിന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ ചാണ്ടിയോട്ടുള്ള സഹവാസം നമുക്കിനി വേണ്ട. നമുക്കൊരു ടാൻഡെക്സ് ഉണ്ട്. ടാൻഡെക്സോ? അഭിമാനം. ഒരു പോലീസ് ഓഫീസർ കുടുംബത്തിൽ വന്ന് കയറാൻ പോകുന്നത്. നാടോട് നടുവേ ഓടിയില്ലെങ്കിലും കുറുകെയെങ്കിലും ഓടണം. കാപ്പിരിക്ക് വേണം കാപ്പി എന്ന നാടകത്തിലെ ഡയലോഗാണ്. ചേടാ വൃത്തികെട്ടവനെ. കേട്ടോ, ആ നാടകത്തിൽ ഞാൻ നാടകബോധമില്ലാത്ത മക്കൾ. ഗോൾഡ് ഗോപാലിനെ കസ്റ്റഡിയിലെടുത്ത് എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്തോ? ക്വസ്റ്റ്യൻ ചെയ്ത് ഉടനെ തന്നെ ആൻസറും കിട്ടി. എന്ത് പറഞ്ഞു? പോടാ പുല്ലേ, നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടാന്ന്. ഏ, അത് സാർ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവിടെ ഇതാ ലോക്കപ്പിലുണ്ട്. ചിരിക്കണ്ട, നിന്റെ ഗോൾഡ് സിൽവർ ആകണ ദിവസമാണെന്ന് കേട്ടോ. നേരിട്ട് കാണാൻ കഴിഞ്ഞ വലിയ സന്തോഷം. ഗോൾഡ് മീറ്റ് യു. പീരി സാർ കുറെ ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. അതൊന്ന് അവോയ്ഡ് ചെയ്യാമെങ്കിൽ ആവർത്തന വിശദത ഒഴിവാക്കാമായിരുന്നു. ഞങ്ങൾ ഊശാക്കുമ്പോൾ സാറിന് ഊശാക്കാന്ന് വിചാരിച്ചോ? ചെറ്റപ്പർക്കും ടെറസ് വീട്ടും ഒരേ ടാക്സോ? പറയടാ, പ്രൈവറ്റ് ബസ്സിൽ നിന്ന് അടിച്ചെടുത്ത 65 പവന്റെ ആഭരണങ്ങൾ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? കയ്യിലുണ്ടോ അതോ വിറ്റോ? വിറ്റില്ല. വീട്ടിലെവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? വീട്ടിലില്ല. പിന്നെ എവിടെയാ? പറ. ബാങ്കിലോ ലോക്കറിലോ വെക്കുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് ഭാര്യമാരുടെയോ മക്കളുടെ കാതിലോ കഴുത്തിലോ കാണും. മിച്ചമുള്ളത് കയ്യിലും സൂക്ഷിക്കും. എത്ര ഭാര്യമാരുടെ അടുത്താണ് നീ സ്വർണ്ണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അത് ഗോപാലൻ ഡീസന്റാ. കള്ളനാണെങ്കിൽ ഞാൻ രേഖഭാര്യാവൃതക്കാരനാ. ഉള്ള ഒന്നാം തരം മച്ചിയ, അവളുടെ അമ്മയും മച്ചിയ.
അയ്യോ അത് തരാ സാറേ മോതിരം വരുന്നത്. ഇതുകൊണ്ടൊരു കാര്യം ഉണ്ടറാ. എന്ത് കാര്യം? അത് നീ അറിയണ്ട. പോടാം. ഞാൻ വന്നു നിന്നെ കാണാൻ. എന്താ സാർ ആ 65 പോയിന്റ് കേസ് വരെ തെളിഞ്ഞില്ല? തെളിയിക്കണം. അതിന് നിന്റെ സഹായം ആവശ്യമുണ്ട്. എന്താടാ? അല്ല പോലീസ് നായയുടെ സഹായം വേണമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കേസ് തെളിയിക്കാൻ പോലീസുകാർക്ക് ഒരു കള്ളന്റെ സഹായം വേണമെന്ന് കേൾക്കുന്നത് ഇത് ആദ്യമായിട്ടാ. ഗോൾഡ് ഗോപാലിനെ അറിയോ നീ? അറിയും സാർ. നിങ്ങളും എങ്ങനെയാ? ഞങ്ങൾ ഓരോ ഫീൽഡ് അല്ലേ. അയാള് ലാർജ് സ്കീം, ഞാൻ സ്മോൾ സ്കീം. എന്താ സാർ? അവന്റെ ഭാര്യയായിട്ട് എങ്ങനെയാ? അയ്യോ സാർ, അന്യന്റെ ഭാര്യ ഒരിക്കലും ആഗ്രഹിക്കില്ല എന്ന് ഞാൻ അച്ഛന്റെ മുമ്പിൽ ഇപ്പോഴും കൂടി കുമ്പസാരിച്ചിട്ട് വന്നോളൂ. അതല്ലടാ, നിനക്ക് അവളെ പരിചയമുണ്ടോ? ഇല്ലേ സാറേ, ഒരു കള്ളനെ ഒരിക്കലും മറ്റൊരു കള്ളന്റെ വീട്ടിലേക്ക് കയറ്റത്തില്ല. നീ പലചരക്കല്ലേ അടിച്ചു മാറ്റുന്നത്? അതിപ്പോ ഏത് ചരക്കായാലും അങ്ങനെയൊക്കെ സംഭവിച്ചു പോകും. വണ്ടി കയറ. ശ്യാമളേച്ചി, ശ്യാമളേച്ചി, ശ്യാമളേ. ശ്യാമളേച്ചിക്ക് എന്നെ മനസ്സിലായില്ലല്ലേ? ഞാൻ ഗോപാലന്റെ അടുത്ത ഗോൾഡ് ഫ്രണ്ട് അല്ലേ? ചേട്ടനിവിടെ ഇല്ല. മനസ്സിലായി? അരിക്കകത്തല്ലേ? ഞങ്ങള് രണ്ടുപേരും കൂടി ഒരുമിച്ച പൊക്കിയേ. ചേട്ടനെ വിട്ടില്ലേ? ചേട്ടനെ പുതിയ എസ് ഐക്ക് ഭയങ്കര ഇഷ്ടായി. സംശയം കൊണ്ടേ പുതിയ എസ് ഐ ആളൊരു പുലിയ ചേച്ചിയാ. അപ്പൊ അള്ളുമായിരിക്കും അല്ലേ? അള്ളില്ല, അങ്ങനെ ഇത് രണ്ടു കൊള്ളുമ്പോ ചേട്ടത്തിന് മുള്ളും. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ പോലീസുകാർ കാണാണ്ട് ചേട്ടനോട് ഒരു രഹസ്യം പറഞ്ഞു. ഞാനും വക്കീലുമായിട്ടുള്ള ബന്ധമായിരിക്കും. കുന്തം. ഇവിടെ കുറച്ച് സ്വർണ്ണ ഇരിപ്പില്ലേ? പോലീസുകാർ ചേട്ടനെ കൊണ്ട് തൊണ്ടി എടുക്കാൻ വരാൻ സാധ്യതയുണ്ട്. അതെന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഞാനത് വക്കീലിന് കൊടുത്ത് കാശാക്കി ചേച്ചിയുടെ അക്കൗണ്ടിൽ ബാങ്കിൽ ഇട്ടോളാം, ബാലൻസ് ഉണ്ടെങ്കിൽ. ചേച്ചിക്ക് വിശ്വാസമായില്ലല്ലേ? ചേട്ടനത് പറഞ്ഞു. പരിചയക്കാരാണെന്ന് പറഞ്ഞ് ആര് ചെന്നാലും ചേച്ചി അത്ര പെട്ടെന്ന് അങ്ങനെ സ്വീകരിക്കില്ല എന്ന്. അതിനാണ് ഇതേ മുദ്രപാത്രം. അല്ല മുദ്രമോതിരം. ടിവിയിലുണ്ട്. അത് ആനവാൽ മോതിരം സിനിമ. ഇത് ചേട്ടന്റെ മോതിരം. അതല്ല, ടിവിയുടെ അകത്ത് വെച്ചിട്ടുണ്ട്. ടിവിയുടെ അകത്ത് വെച്ചിട്ടുണ്ടോ? അപ്പൊ ഞാനത് എടുക്കണം. സ്ക്രൂ ഡ്രൈവറോടെ ഇപ്പൊ കൊണ്ടുവരാം. പോയിട്ട് കർത്താവേ, സ്വന്തം സഹോദരനെയാണ് ഒറ്റി കൊടുക്കുന്നത്. യൂദാസിനോട് പൊറുത്തു പോലെ നീ എന്നോട് പൊറുക്കണമേ. ചേച്ചി ആ മാല മോതിരൊക്കെ എടുത്തു വെച്ചാ കിട്ടോ? ആമേൻ. പശുവിന്റെ രൂപത്തിൽ എല്ലാം ഇല്ലെന്ന് നോക്കിയേ. എങ്ങനെയാ നന്ദി പറയണ്ടെന്ന് അറിയില്ല. ഓ, മാഷ് എന്തിനാ നന്ദി പറയുന്നേ? ഇതൊക്കെ ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ? അതെ അതെ, ഇതൊക്കെ അല്ലേ ഞങ്ങളുടെ ഫീൽഡ്. പക്ഷെ ഒന്നുണ്ട്, മാഷയുടെ മോടെ കല്യാണം മുടങ്ങരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അച്ഛാ, ഇത് നമ്മുടെ ഓർണമെന്റ്സ് അല്ല. അല്ല അച്ഛാ. അല്ലെങ്കിൽ ശരിക്കും നോക്കിയേ. ശരിക്കും നോക്കിയതാ. ഇത് ഞങ്ങളുടെ അല്ല. ശരിയാ, ഇതല്ല. നീ ഇതെവിടുന്നാണ് അടിച്ചെടുത്തത്? സാറെവിടുന്നാ ഇത് അടിച്ചെടുത്തത്? എന്റെ വീട്ടിലെ ടിവിക്കുള്ളിന്ന്. ഇത് ചെന്നൈയിലെ ഒരു സിനിമാതരുടെ വീട്ടിൽ നിന്ന് അടിച്ചെടുത്തതാ. വിൽക്കാൻ കൊണ്ടുവന്നപ്പോഴാ ഇമിറ്റേഷൻ ആണെന്ന് അറിയുന്നത്. സ്വർണത്തിൽ സ്പെഷ്യലിസ്റ്റ് ചെയ്ത ഒരു കള്ളന്റെ വീട്ടിൽ അല്പ സ്വർണ്ണം വരുന്നില്ലെങ്കിൽ അതൊരു പരുവക്കാടല്ലേ സാറേ? സാറ് തുറച്ചു നോക്കില്ലായിരുന്നു? ഇപ്പോഴാണ് സാർ ശരിക്കും വരച്ച് നോക്കുന്നത്. സാർ ഗോപാൽ എന്താണ് സാർ ഇവിടെ കിടത്തണോ? ഇറങ്ങി വിടറോ. ഇങ്ങനെയാണ് കേട്ടോ, കൈ ഇങ്ങനെ പൊക്കി ഇങ്ങനെ. ഹലോ, അങ്ങനെ വിളിച്ചു വരുത്തി അവഹേളിച്ചതിനും അപമാനിച്ചതിനും മാപ്പ്. സാറിന് പോകാം. ഇനി ഇതുപോലെ അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത്. ഇല്ല. സമയം ഉണ്ടെങ്കിൽ വരാം. ഓ ഗോൾഡ് അതെ, ഇത്തിക്കര തങ്കൂന്റെ മോൻ ലുട്ടാപ്പിയുടെ ബർത്ത്ഡേ ആഘോഷത്തിനൊന്നും പോകുന്നില്ലേ? പിന്നെ പറയൂ. പോകാതിരിക്കാൻ പറ്റുമോ? അവരല്ലേ ഞങ്ങളുടെയൊക്കെ ഇളമുറ തമ്പുരാൻ. ഗോൾഡ് ബൈ. അതെ, നിന്റെ ചെന്നൈയിലെ സിനിമാ നടിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഭണ്ഡാരങ്ങളൊന്നും ഇവിടെ വേണ്ട. എടുത്തോണ്ട് പോ. സാറിന് വേണ്ടേ? വേണ്ട. ഗോൾഡ് ബൈ. ആ, താനൊക്കെ എന്തിനാണോ കാക്കിയിട്ട് പോലീസ് എന്ന് പറഞ്ഞ് നടക്കുന്നേ? കട്ടവനെ കിട്ടിയില്ല, കിട്ടിയവനെ കട്ടവനാക്കുന്ന ആ പരിപാടി ഉണ്ടല്ലോ, എന്റെ അടുത്ത് വേണ്ട. ഇത് നോക്കിയേ, കള്ളനെ പിടിച്ചില്ലെങ്കിൽ എന്റെ തൊപ്പി തിരക്കാൻ തിരക്കിട്ടില്ല, തന്റെയൊക്കെ തൊപ്പി ഞാൻ തിരപ്പി. ഞാൻ ആവി പിടിക്കുമായിരുന്നു. സോറി ദിവാര. എന്താ ചാണ്ടി? എന്താ? നീ മനുഷ്യനെ പേടിപ്പിക്കാതെ കാര്യം പറ. എടാ, എസ് ഐ ജയശങ്കറാണോ നിന്റെ പെങ്ങൾ ആലോചിച്ചു വന്നു? അതെ. എന്നിട്ട് ആലോചന അവിടെ വരെ അങ്ങനെ ഇവിടെ പെണ്ണ് കാണാൻ വന്നിരുന്നു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്തു. പക്ഷെ അത് മുടക്കാനുള്ള ചില പൊടിക്കൈകൾ ഞാൻ പ്രയോഗിക്കുന്നുണ്ട്.
എടാ പൊടിക്കൈ മാത്രം പോരാ, ഒരു തുമ്പിക്കൈ തന്നെ വേണ്ടി വരും. അതിനു വേണ്ടി നിന്റെ കൂടെ മാക്സിമം ഞാൻ സഹകരിക്കാം. ചേട്ടാ എന്റെ കുടുംബത്തിൽ ഒരു SI വന്ന് കയറുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് മുറവിളി കൂട്ടിയിട്ട് ഇപ്പൊ എടാ നിന്റെ കുടുംബത്തിൽ SI വന്ന് കയറുന്നത് എന്തുകൊണ്ട് നല്ല തന്നെ, പക്ഷെ SI ജയശങ്കർ നിന്റെ കുടുംബത്തിൽ വന്ന് കയറാൻ പാടില്ല. അയാൾക്ക് വേറെ വല്ല ബന്ധങ്ങളുണ്ടോ? അയ്യോ തങ്കപ്പെട്ട മനുഷ്യൻ, കൈക്കൂലില്ല, അഴിമതിയില്ല, പക്ഷഭേദമില്ല, ഒരുത്തിനും പേടിയില്ല, ചില ലോറിക്കാരും ആനക്കാരും പോലെ അവിഹിത ബന്ധമില്ല. പക്ഷെ അയാള് നിന്റെ പെങ്ങളുമായുള്ള ബന്ധം നടന്നാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം തകരും. താമസിയാതെ നിന്റെ മാന്യതയുടെ കെട്ടുമട്ട് അഴിച്ചു വെച്ച് അകത്ത് പോയിരിക്കുന്നു. നീ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു വരുന്നതാ, ദുഃഖ വെള്ളിയാഴ്ച ഈ തവണ വെള്ളിയാഴ്ച തന്നെയാണ്. അയ്യോ എടാ ഈ കല്യാണം നടന്ന മനസ്സമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. SIനെ തന്നെ വേണം, നിന്റെ അച്ഛനും പെങ്ങൾക്ക് നിർബന്ധമാണ്. ആ ഗണത്തിൽപ്പെട്ട ഏതെങ്കിലും മണ്ണുണ്ണിനെ പിടിച്ചു കൊണ്ടുവന്ന് കല്യാണം കഴിച്ചു കൊടുക്കാം. നിനക്ക് ഇത് ഒറ്റയ്ക്ക് പൊളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനും കൂടാം. വേണേ നമുക്ക് തങ്കീനും പങ്കീനും കൂടൊരു മങ്കീനും കൂട്ടാം. പ്രസിദ്ധ നാടക നടൻ ചത്തമാടൻ ചാത്തനാടൻ. അയ്യോ ചാത്തനാടൻ ആശാൻ തന്നെയല്ലേ? അതെ. അയ്യോ കണ്ടിട്ട് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. ഞാൻ അങ്ങയുടെ ഒരു ആരാധകനാണ്, നാടകപ്രേമിയാണ്, ഷാർപ്പ് കോൺട്രാക്ടറാണ്. TS നമ്പർ 407, പേര് KK പൂച്ചാക്കൽ. വാറ്റ അനുഗ്രഹിച്ചാലും മകളെ ഭവിക്കട്ടെ. അങ്ങയുടെ ഒട്ടുമിക്ക നാടകങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. വെളിച്ചപ്പാടിന്റെ വെളിമ്പറമ്പ് എന്ന നാടകം 10 പ്രാവശ്യമാണ് ഞാൻ കണ്ടത്. അതിലെ വെളിച്ചപ്പാട് ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. രോമാഞ്ചം. ചുഴലിയാന്നോ? അല്ല, ഭാവാപര്യം. ഇരിക്കൂ. ഇതുവഴി പോയപ്പോ ഒന്ന് പരിചയപ്പെടാമെന്ന് വെച്ച് കേറിയതാ. ഇപ്പൊ കളയ്ക്കൊന്നും പോകുന്നില്ലേ? അത് സംഭവബഹുലമായ ഒരു കഥയാണല്ല. മലയാള നാടകവേദിയിൽ മര്യാദയ്ക്ക് നാടകം കളിച്ചോണ്ടിരുന്ന എന്റെ ഒരു അത്യന്താധുനിക നാടകക്കാരൻ ഒരു ഊറ്റാന്താടി വിളിച്ചോണ്ട് കൂടെ അഭിനയിക്കാൻ ആരുമില്ല. ആരുമില്ലായിരുന്നു? ഉണ്ട്. ചെണ്ട. ഉണ്ടേ? ഉണ്ടല്ലോ ചെണ്ട. ചെണ്ടയും ഞാനും മാത്രം. കർത്തം പൊങ്ങിയാൽ ഉടനെ അടി തുടങ്ങും. അടിക്കനുസരിച്ച് കളിച്ചോ. സംഭാഷണമില്ല, മുഴുവൻ ചുവടുവെപ്പുകളാ. തരികിടതോ തിത്തിത്തരികിടതോ രണ്ടര മണിക്കൂർ ചെണ്ടയടി കേട്ട് അമ്പലത്തിലെ ആന വരണ്ടു. എല്ലാവരും ഓടി, ഞാൻ മാത്രം ഓടിയില്ല. അപാര ധൈര്യം. ധൈര്യം കൊണ്ടല്ല നീയാ, ആന എന്നെ ചവിട്ടി പിടിച്ചിരിക്കുകയായിരുന്നു. ബോധം വരുമ്പോ ഞാൻ കോട്ടയ്ക്കലെ എന്നെ തോണിയില്ല. അതിനുശേഷം കീഴോട്ടൊരു ബലക്കുറവ്, ഒരേ ഇരിപ്പാ. അതാണ് ഇരുത്തം വന്ന നടനാണ് ആശാനെന്ന് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ അഭിനയിക്കുന്നില്ലെങ്കിലും ഈയിടെ അവാർഡൊക്കെ കിട്ടി. അകത്തിരിപ്പുണ്ട്, കാണിക്കണോ? പോകാൻ നേരത്ത് കാണാം. മക്കളൊക്കെ നല്ല നിലയിലായോ? കലാകാരന്മാർക്ക് മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ലെന്നാണ് അസൂയക്കാര് പറയുന്നത്. മ്ലേച്ഛം. മൂത്തവൻ മരുന്നിന്റെ ബിസിനസ്സാ, പിന്നെ മോള അവൾ MAയും ടൈപ്പും കഴിഞ്ഞു നിൽക്കുന്നു. ഇപ്പോൾ അമ്പലത്തിൽ പോയിരിക്കുക. ഈശ്വര. ഇളയവൻ ദിനേശൻ സാറാനുള്ള പഠിത്തമൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുക. മകൾക്ക് കല്യാണമൊന്നും ആകുന്നു. പത്രം വഴി വന്നതാ. ഒരു SIയുടെ ആലോചന. നല്ല ബന്ധമാ. അതെത്രയും പെട്ടെന്ന് നടത്താനുള്ള ആലോചനയില്ല. SI തരക്കേടില്ലാത്ത ബന്ധമാ. ഏത് സ്റ്റേഷനിൽ SI? അതെനിക്കറിയത്തില്ല. ജയശങ്കർ എന്നാ പേര്. ജയശങ്കറോ? അയാൾ ഇപ്പോഴും ആലയനം കൊണ്ട് നടക്കുവാണോ? അയാളെ നേരത്തെ അറിയാം. പിന്നെ പ്രസിദ്ധനല്ലേ? വകയിൽ എന്റെ ഒരു ബന്ധുവാ. ഞാൻ ആരാധിക്കുന്ന ഒരാളുടെ കുടുംബമായതുകൊണ്ട് പറയുക, ഈ ബന്ധം വേണ്ട, ശരിയാവില്ല. കാര്യം എന്താണെന്ന് പറ. പുള്ളിക്കാരൻ കുറച്ചു കാലം ബോംബെയിലായിരുന്നു. അവിടുന്ന് മറ്റവനെയും കൊണ്ടാ വന്നത്. ഏത് മറ്റവൻ? എയ്ഡ്സ്. അവന്റെ രക്തം HMT പോസിറ്റീവാണ്. HMTയോ? ചികിത്സയില്ലാത്ത പകർച്ചവ്യാധിയാണ്. അതുകൊണ്ടാണ് ജയശങ്കറിന് പ്രത്യേകം പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. പ്രത്യേകം പോലീസ് സ്റ്റേഷനോ? മറ്റു പോലീസുകാർ സഹകരിപ്പിക്കത്തില്ല. സംശയം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വന്നോ, ഞാൻ കാണിച്ചു തരാം. അപ്പൊ വിശ്വാസം വരും. ഗഡ എടുക്കുന്നുണ്ടോ? ഇപ്പൊ വേണ്ട. കണ്ടോ, ജയശങ്കറിനുള്ള പ്രത്യേക സ്റ്റേഷൻ. കണ്ടോ, പുള്ളി ഇറങ്ങി വന്ന സ്റ്റേഷന്റെ ബോർഡ് കണ്ടോ? എയ്ഡ്സ് ഉള്ളവർക്ക് മാത്രം ഉള്ളതാ. ദൈവമേ, ഒരു വൻ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടു.